LDF ആത്മവിശ്വാസത്തോടെ അവരുടെ കണക്കുകൂട്ടലുകളൊക്കെ ഇപ്പോൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കൃത്യമായ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നതെന്നാണ് ഇടത് ക്യാമ്പ് അവകാശപ്പെടുന്നത്. ആർ റോഷിപാൽ, ഗുഡ് ഈവനിംഗ്. സ്ഥാനാർത്ഥിയും ആത്മവിശ്വാസത്തിലാണ്, പാർട്ടിയും ആത്മവിശ്വാസത്തിലാണ്, മുന്നണിയും ആത്മവിശ്വാസത്തിലാണ്. ആത്മവിശ്വാസത്തിന്റെ ചേരുവകൾ എന്തൊക്കെയാണ് റോഷിപാൽ? സുജയ പാർവതി, നിലമ്പൂരിൽ 1638 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന കണക്കുകൂട്ടലാണ് LDFിനുള്ളത്. ബൂത്ത് സെക്രട്ടറിമാർ നൽകിയ കണക്കുകൾ അത് ഏകോപിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു കണക്ക് അത് നിയോജകമണ്ഡലം കമ്മിറ്റി നേരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൈമാറിയിരിക്കുന്നത്. അതിന് പ്രധാനമായും പറയുന്നത് ഈ മണ്ഡലത്തിൽ UDFന്റെ പ്രത്യേകിച്ച് പ്രചാരണങ്ങളൊന്നും കൃത്യമായി അത് ഏശിയില്ല എന്നാണ്. പ്രത്യേകിച്ച് സർക്കാരിനെതിരെയുള്ള പ്രചാരണങ്ങൾ, അങ്ങനെ ഒരു സർക്കാരിനെതിരെയുള്ള വികാരം മണ്ഡലത്തിൽ പ്രതിഫലിച്ചില്ല എന്ന വിലയിരുത്തൽ. മാത്രവുമല്ല, അതിൽ PV അൻവറിന്റെ വോട്ട് വളരെ കുറവായിട്ടാണ് ഇപ്പോൾ LDFന്റെ കണക്കിൽ പറയുന്നത്. അതിൽ 4 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് LDF ലീഡ് നേടുമെന്ന് അവർ പറയുന്നത്. അവരുടെ കണക്ക് പ്രകാരം പോത്തുകൽ, കരുളായി, അമരമ്പലം, അതുപോലെ തന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി, ഇങ്ങനെ 4 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ LDFന് ലീഡ് ലഭിക്കും. ആ ലീഡ് ആണ് LDFന്റെ വിജയം നിശ്ചയിക്കുന്നത് എന്ന് പറയുന്നു. നേരിയ മാർജിന് LDF നിലമ്പൂർ നിയോജകമണ്ഡലം നിലനിർത്തുമെന്ന കണക്കുകൂട്ടൽ. അവസാന ഘട്ടത്തിലാണ് രാഷ്ട്രീയ ചർച്ചകൾ നിലമ്പൂരിൽ നടന്നത്. അതൊന്നും കൃത്യമായി വോട്ടർമാർക്കിടയിൽ ഉണ്ടായില്ല. ഏതായാലും UDFന് തിരിച്ചടിയാകുന്ന തരത്തിൽ UDF കൊണ്ടുവന്ന പല വിഷയങ്ങളും വന്നു. അതുകൊണ്ട് തന്നെയാണ് LDFന് ഈ മണ്ഡലം നിലനിർത്താൻ കഴിയുന്നത് എന്നടക്കമുള്ള വാദങ്ങളാണ് LDF ക്യാമ്പിൽ നിന്നും ഉയരുന്നത്. ഏതായാലും 2 പകലിനും 2 രാത്രിക്കും അപ്പുറത്തേക്ക് ഈ വോട്ടെണ്ണൽ നടക്കും. ആ ഘട്ടത്തിൽ അറിയാം. അതിന് ഇടയിലുള്ള സമയം ഓരോ മുന്നണികളും സ്ഥാനാർത്ഥികളും ഈ കണക്ക് കൂട്ടിയും കിഴിച്ചും നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുകയാണ് വോട്ടെണ്ണലിനായി. ഓക്കെ റോഷിപാൽ.